ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മണവാട്ടികൾ എന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്യുകയുണ്ടായി. ആ വീഡിയോയ്ക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു കമൻ്റ് ഇടുകയുണ്ടായി. അതിന് അദ്ദേഹത്തിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കമൻ്റ് ഞാൻ വായിക്കാം. ഒരുപാട് അന്ധവിശ്വാസം, കഷ്ടം. ശരിയായ ബൈബിളും അതിലുള്ള ആശയവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പോൾ പറയുന്ന ബൈബിൾ യഥാർത്ഥ ദൈവീക ഗ്രന്ഥത്തെ മനുഷ്യകരങ്ങളാൽ മാറ്റി തിരുത്തിയ വെറും പുസ്തകമാണ് എന്ന് തിരിച്ചറിയാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല. താങ്കൾ പറയുന്ന നിയമങ്ങളൊന്നും യഥാർത്ഥ ഗ്രന്ഥത്തിൽ ഇല്ല. യഥാർത്ഥ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നബി ആഹതനായാൽ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കണമെന്നാണ്. മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ യേശുവിനെക്കുറിച്ച് വിശ്വസിക്കുന്നവരും അനുസരിക്കുന്നവരും. പ്രിയ സഹോദരന് ഈശോയുടെ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. കാരണം യഥാർത്ഥ ബൈബിള്, തിരുത്തപ്പെട്ട ബൈബിള്, ഈ രണ്ട് ബൈബിളും അദ്ദേഹം വായിച്ചിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. രണ്ടാമത്, ബൈബിളിലുള്ള ആശയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുക. മൂന്നാമത്, യഥാർത്ഥ ബൈബിളിൽ പറയുന്നത് മുഹമ്മദ് നബി വരുമ്പോൾ മുഹമ്മദ് നബി ആഹതനായാൽ അദ്ദേഹത്തെ കണ്ട് വിശ്വസിക്കണമെന്നാണ്. നാലാമത്, അദ്ദേഹം പറയുന്നത് യേശുവിനെക്കുറിച്ച് വിശ്വസിക്കുന്നവരും അനുസരിക്കുന്നവരും മുസ്ലിങ്ങളാണ് എന്നാണ്. ആദ്യത്തെ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. മുഹമ്മദ് നബി ആഗതനാകുന്നത് എന്തിനാണ്? എന്താണ് ലക്ഷ്യം? ഒരു മതത്തിൽ പ്രവാചകന്മാർ വരുന്നത് എന്തിനാണ്? എന്താണ് അവരുടെ ലക്ഷ്യം? ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അദ്ദേഹം എനിക്ക് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്, യേശുവിനെക്കുറിച്ച് വിശ്വസിക്കുന്നവരും അനുസരിക്കുന്നവരും മുസ്ലിങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ യേശുവിനെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നില്ല? യഥാർത്ഥ യേശുവിനെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ യേശുവിനെ തങ്ങളുടെ രക്ഷകനും നാഥനും ആയി സ്വീകരിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ യേശുവിനെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് കള്ളവും കാപട്യവുമാണെന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ, പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഏകസത്യ ദൈവത്തെ അറിഞ്ഞു കഴിയുന്ന ഒരു വ്യക്തിക്ക്, അവിടുന്ന് അയച്ച പുത്രനെ അറിയുന്ന ഒരു വ്യക്തിക്ക് പിന്നീട് മറ്റ് യാതൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുകയില്ല. യേശുവിനെ അനുഗമിക്കുക മാത്രമാണ് അവൻ ചെയ്യാറുള്ളത്. കാരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന്
മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി, മരണത്തിൽ നിന്ന് നിത്യജീവൻ നൽകി, തൻ്റെ ശരീരവും രക്തവും നൽകി, നിത്യജീവൻ നൽകി, സ്വർഗത്തിന് അവകാശിയാക്കിയ യേശുക്രിസ്തുവിലുള്ള ഒരു വിശ്വാസിക്ക് ഒരിക്കലും മറ്റു ദൈവങ്ങളെ അന്വേഷിക്കാനോ മറ്റു രക്ഷ അന്വേഷിക്കാനോ സാധ്യമാകത്തില്ല. കാരണം ഏകസത്യ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് മറ്റൊന്നും അന്വേഷിക്കേണ്ടുന്നതായ കാര്യമില്ല, മറ്റൊരിടത്തും ദൈവത്തെ തേടിപ്പോകേണ്ടുന്നതായ കാര്യങ്ങളുമില്ല. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ മുഹമ്മദ് നബി ആഗതനാകുന്നത് ആരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയ സഹോദരൻ അതിന് ഒരു ഉത്തരമായി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സമസ്തവും അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അങ്ങനെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് അവന് പിന്നോട്ട് തിരിഞ്ഞു നോക്കാനോ ആ യേശുവിൻ്റെ രക്ഷയിൽ നിന്ന് ഓടി അകലാനോ സാധിക്കുകയില്ല. അവൻ പിന്നെ എന്തിനാണ് മറ്റു മതഗ്രന്ഥങ്ങളെ ആശ്രയിക്കുന്നത്? ഇദ്ദേഹം പറയുന്നു, യഥാർത്ഥ ഗ്രന്ഥം ബൈബിൾ അത് തിരുത്തി എഴുതപ്പെട്ടു മനുഷ്യരാലെന്ന് പറയുന്നു. ആദ്യം പ്രിയ സഹോദര മനസ്സിലാക്കുക, ബൈബിൾ ദൈവനിവേശിത ഗ്രന്ഥമാണ്. അത് എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മനുഷ്യരാണ്. ദൈവം നേരിട്ട് എഴുതിയ പുസ്തകമല്ല ബൈബിൾ. ബൈബിൾ ഒരു ചരിത്ര പുസ്തകമാണ്, അത് ചരിത്രമാണ്. അതുകൊണ്ട് അത് എഴുതിയ കാലഘട്ടത്തിൽ അത് എഴുതിയ മനുഷ്യർ ആ കാലഘട്ടത്തിൻ്റെയും അവരുടെ സാഹിത്യത്തിൻ്റേതുമായിട്ടുള്ള രീതി കൂടി അതിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രം. മൂന്നാം അധ്യായം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ
ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്ക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രിയ സഹോദര, ഏകസത്യ ദൈവമായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരികയും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് തൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകിക്കൊണ്ട് ഇന്നും നമ്മോടുകൂടി ആയിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിഞ്ഞ താങ്കൾ പിന്നെ എന്തുകൊണ്ടാണ് അവനിൽ നിന്നകന്ന് മറ്റൊരു പ്രവാചകനെ അനുസരിക്കണം അല്ലെ സ്വീകരിക്കണമെന്ന് പറയുന്നത്? എന്താണ് ഈ പ്രവാചകൻ്റെ ദൗത്യം? യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണ് എന്ന് നമ്മൾ കണ്ടു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? തൻ്റെ മക്കളെ നിത്യജീവൻ നൽകി ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അവിടുന്ന് തൻ്റെ സമർപ്പണത്തിലൂടെ മനുഷ്യമക്കളെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും വിമോചിപ്പിച്ച് അവന് സ്വർഗഭാഗ്യം നൽകുക എന്നുള്ളതാണ് യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ദൗത്യം എന്ന് പറയുന്നത്. ഇന്നും ആ യേശു നമ്മോടൊപ്പം ജീവിക്കുന്നു. കാരണം അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് തൻ്റെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശുവിനെ അറിഞ്ഞ പ്രിയ സഹോദര, യേശുവിലേക്ക് തിരിയുക. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ലോകത്തിൻ്റെ പ്രകാശമായി, ലോകത്തിന് സാക്ഷിയായി, യേശുവിൻ്റെ ശിഷ്യനായി ഈ സമൂഹത്ത് ഭൂമിയുടെ ഉപ്പും ഭൂമിയുടെ പ്രകാശവുമായി താങ്കൾ ജീവിക്കുന്ന സമൂഹത്തിൽ അങ്ങേക്ക് ജീവിക്കാൻ ദൈവം അങ്ങയുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ, അങ്ങയുടെ ഹൃദയത്തെ തുറക്കട്ടെ, അങ്ങേ ദൈവം വിളിച്ചു വേർതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.